Hi all. So today let's see about Mohr circle. Okay, അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് അതുപോലെ ഷിയർ സ്ട്രെസ് ഇതെല്ലാം ഒരു എലമെന്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവും എളുപ്പമുള്ളൊരു മെത്തേഡാണ് മോർ സർക്കിൾ. ഓക്കെ, ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ് റാദർ ദാൻ എ ലോങ് ഇക്വേഷൻ. സോ ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് സർ ക്രിസ്റ്റ്യൻ ഓട്ടോ മോർ ആണ്. ഹി ഈസ് എ ജർമ്മൻ സിവിൽ എഞ്ചിനീയർ. ഓക്കെ, നമുക്ക് ക്വിക്ക്ലി ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയഗ്രാം വളരെ ഫെമിലിയർ ആണ് നമുക്ക് എല്ലാവർക്കും. ഈ എലമെന്റ് നമ്മൾ വരയ്ക്കുന്നത് ആക്ച്വലി വലിയൊരു മെമ്പർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ ഒരു കുഞ്ഞി പോയിന്റ് ആണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ്. ആ പോയിന്റിനെ നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് നമ്മൾ കാണുന്ന രീതിയാണ് ഈ സ്ട്രെസ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലമെന്റിനെ അല്ലെങ്കിൽ ഒരു പോയിന്റിലെ സ്ട്രെസ് നമുക്കൊരിക്കലും ഒരൊറ്റ വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം സ്കേലാർസ്, വെക്ടേഴ്സ് ആൻഡ് ടെൻസേഴ്സ്. സ്കേലാർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെക്ടർ എന്ന് വിളിക്കും. ഇനി ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു പോയിന്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ്. കാരണം നമുക്ക് സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, ഷിയർ ഉണ്ട്. ഓക്കെ, വേർ സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ ആർ നോർമൽ സ്ട്രെസ്സസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ നോർമൽ സ്ട്രെസ് എന്ന് പറയും. പാരലൽ ആയിട്ടുള്ള സ്ട്രെസ്സിനെ നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ ഈ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത്. ഒരു സ്ട്രെസ് ടെൻസർ ഒരു പോയിന്റിന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഒരു എലമെന്റിന് എഴുതി കഴിഞ്ഞാൽ, ആ ഒരു ടെൻസർ വെച്ച് നമുക്ക് ഇതിൽ ഏത് ടൈപ്പ് ക്രോസ് സെക്ഷൻ, വെർട്ടിക്കൽ ആവാം, ഇൻക്ലൈൻഡ് ആവാം, ഹൊറിസോണ്ടൽ ആവാം, എന്ത് ക്രോസ് സെക്ഷൻ ആണെങ്കിലും ഈ ടെൻസർ അവൈലബിൾ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് അതിന്റെ ബാക്കി പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടെൻസറിന്റെ അഡ്വാൻറ്റേജ്. Now let's see the sign convention. Okay, നമുക്കൊരു ടെൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈൻ കൺവെൻഷൻ എന്താണ്? ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സസ്, നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ. നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു എലമെന്റിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ടെൻഷൻ, എന്താണ് കംപ്രഷൻ. ഐ ക്യാൻ ഷോ യു ദാറ്റ് ഓൾസോ. ഇപ്പൊ നമ്മൾ ഒരു സ്ട്രെസ് ഈ രീതിയിൽ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, വി ആർ അപ്ലൈയിങ് എ സ്ട്രെസ് ലൈക്ക് ദിസ്. ഈ രണ്ട് സ്ട്രെസ് എലമെന്റിന് എന്താണ് ചെയ്യുന്നത്? അത് എലമെന്റിനെ പിടിച്ച് വലിച്ചു നീട്ടുകയാണ്. ദാറ്റ് ഇസ് എ ടെൻസൈൽ സ്ട്രെസ്. ഇനി അതിന് പകരം ഞാൻ ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് ഈ രീതിയിലാണ്. ഓക്കെ, സിഗ്മ വൈ ആൻഡ് സിഗ്മ വൈ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ രണ്ട് സ്ട്രെസ്സും ചെയ്യുന്നത് ഈ എലമെന്റിനെ പിടിച്ച് പ്രസ് ചെയ്യാണ് അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാണ്. അപ്പൊ ഈ സ്ട്രെസ് എലമെന്റ് ഞാൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇവിടെ സിഗ്മ എക്സ് പോസിറ്റീവ് ആണ്, കാരണം അതൊരു ടെൻസൈൽ സ്ട്രെസ് ആണ്. സിഗ്മ വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, കാരണം അതൊരു കംപ്രസീവ് സ്ട്രെസ് ആണ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിന്റെ ആണ്. ഓക്കെ, ഷിയർ സ്ട്രെസ്സിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ എലമെന്റിനെ റൈറ്റ് ഡയഗണൽ, ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് ഡയഗണൽ, ഈ ഡയഗണൽ ഡയറക്ഷനിൽ എലമെന്റ് നീളം കൂടുക എന്ന് വിചാരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കാരണം ആ എലമെന്റ് ഈ ഡയറക്ഷനിൽ നീളം കൂടുകയാണെങ്കിൽ ദിസ് ഇസ് വാട്ട് വി കൺസിഡർ ആസ് പോസിറ്റീവ് ഷിയർ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ഇപ്പൊ തൊട്ട് മുമ്പത്തെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഷിയർ എപ്പോഴും മാറിക്കുന്ന ഈ രീതിയിലാണ്. ഇപ്പൊ രണ്ട് ആരോ കോമൺ ആയിട്ട് ഇവിടെ പോയിന്റ് ചെയ്തു, രണ്ട് ആരോ കോമൺ ആയിട്ട് ഇവിടെ പോയിന്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഈ പിങ്ക് കളറിൽ മാർക്ക് ചെയ്ത ഷിയറിന്റെ മാത്രം എഫക്ട് എന്തായിരിക്കും? ഈ ഡയറക്ഷനിൽ നീളം കൂട്ടുക, ഈ ഡയറക്ഷനിൽ നീളം കുറയ്ക്കുക. അപ്പൊ ഇവിടെ ടെൻഷൻ, ഇവിടെ കംപ്രഷൻ. ഈ ഒരു ഫോർമാറ്റിനെ വി കോൾ ആസ് പോസിറ്റീവ് ഷിയർ. അപ്പൊ നെഗറ്റീവ് ഷിയർ എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നമുക്കൊരു എലമെന്റ് ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്ത ഷിയർ കാരണം എലമെന്റ് നീളം കൂടുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് നമ്മുടെ റൈറ്റ് ഡയഗണൽ എന്ന് പറയുന്നത് നീളം കുറയും, ലെഫ്റ്റ് ഡയഗണൽ നീളം കൂടും. ദിസ് ഇസ് വാട്ട് വി റെപ്രസെന്റ് ആസ് നെഗറ്റീവ് ഷിയർ. ഇതാണ് സൈൻ കൺവെൻഷൻ ഫോർ സ്ട്രെസ് ടെൻസർ. ഇനി നമ്മൾ ഡയറക്ട്ലി മോർ സർക്കിൾ കൺസ്ട്രക്ഷനിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എലമെന്റ്.
അതിൻ്റെ രണ്ട് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെസ് എലമെന്റ് റെപ്രസെൻറ്റേഷനും സ്ട്രെസ് ടെൻസറും ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 മെഗാ പാസ്കൽ എന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവ്. 10 മെഗാ പാസ്കൽ എന്ന് പറയുന്നത് കംപ്രസീവ് ആണ്, അതുകൊണ്ട് അത് നെഗറ്റീവ്. ഷിയർ എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത് ഈ റൈറ്റ് ഡയഗണലിലെ നീളം കൂട്ടുന്ന ഫോർമാറ്റിലാണ്, അതുകൊണ്ട് ഷിയർ സ്ട്രെസ് ഇസ് പോസിറ്റീവ്. ഇനി മോർ സർക്കിളിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. മോർ സർക്കിളിലെ വി നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ഈ രീതിയിൽ അങ്ങ് മാർക്ക് ചെയ്തു. ഓക്കെ, ഐ ഹാവ് മാർക്ക് ദ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് ആൻഡ് വൈ. ഓക്കെ, ഈ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നോർമൽ സ്ട്രെസ് ആക്സിസ്. ഓക്കെ, നോർമൽ സ്ട്രെസ്, ദിസ് ഇസ് മൈനസ് സിഗ്മ, ദിസ് ഇസ് പ്ലസ് സിഗ്മ. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആക്സിസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് കോർഡിനേറ്റ് സിസ്റ്റം വരുന്നത്. ഇനി ഇതിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. പോയിന്റ്സ് എങ്ങനെ മാർക്ക് ചെയ്യാം? അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ എലമെന്റ്. അപ്പോൾ എനിക്കിതിൽ നോക്കേണ്ടത് ഈ ഒരു പ്ലെയിൻ, ഓക്കെ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ എല്ലാ പോയിന്റിലും എക്സ് വാല്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതാണ് ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പോയിന്റിലും എക്സ് വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇതിനെ ഞാൻ എക്സ് പ്ലെയിൻ എന്ന് വിളിക്കുകയാണ്. സിമിലർലി ഈ കോർഡിനേറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെല്ലാ പോയിന്റിലും വൈ വാല്യൂ, അതായത് നമ്മുടെ ഈ വൈ വാല്യൂ കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇതിനെ ഞാൻ വൈ പ്ലെയിൻ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ എക്സ് പ്ലെയിനും വൈ പ്ലെയിനും വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതി എക്സ് വാല്യൂ, എക്സ് പ്ലെയിൻ്റെ വാല്യൂ നോക്കാണ് എന്തെല്ലാമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു നോർമൽ സ്ട്രെസ് ഉണ്ട് 20. ആദ്യം തന്നെ നമ്മുടെ എക്സിൻ്റെ സ്ഥലത്ത് നോർമൽ സ്ട്രെസ് ആയതുകൊണ്ട് ആ വാല്യൂ ഞാൻ അങ്ങ് എഴുതി. 20 എന്ന് എഴുതാൻ കാരണം അത് ടെൻസൈലാണ്, സോ +20. ഇനി വരുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ എക്സ് പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മേളിലോട്ടൊരു സ്ട്രെസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ഷിയർ സ്ട്രെസ്. ഇത് ഒരു എക്സ്പ്ലെയിൻ ആണ്, പോസിറ്റീവ് എക്സ്പ്ലെയിൻ. ഇത് നെഗറ്റീവ് എക്സ്പ്ലെയിൻ ആണ്. ഈ എക്സ്പ്ലെയിനിനെ നമ്മൾ മാർക്ക് ചെയ്ത ഷിയർ എങ്ങനെ പിടിച്ച് കറക്കും നോക്കുക. എക്സ്പ്ലെയിൻ മാത്രം, അതായത് വൈ ഇല്ലാന്ന് കരുതുക. അപ്പോൾ ഈ എക്സ്പ്ലെയിനെ പിടിച്ച് പൊക്കും, ഈ എക്സ്പ്ലെയിനെ പിടിച്ച് താഴ്ത്തും. സോ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് എഴുതും. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5. എനിക്ക് എക്സ് വാല്യൂസ് കിട്ടി. ഇനി എന്ത് ചെയ്യും? ഞാൻ വൈ വാല്യൂസ് നോക്കും. വൈ പ്ലെയിൻ എടുത്തു. വൈ പ്ലെയിനിൽ എന്താ? നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ് ആണ്, അതുകൊണ്ട് -10. ഷിയർ നോക്കി, റൈറ്റിലോട്ട് 5. അടുത്ത വൈ പ്ലെയിൻ നോക്കി കഴിയുമ്പോൾ താഴെയാണ്, ലെഫ്റ്റ്. ഈ സ്ട്രെസ്സും ഈ ഷിയർ സ്ട്രെസ്സും കൂടി ഈ വൈ പ്ലെയിനെ പിടിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, കാരണം ഇത് റൈറ്റിലോട്ട് ഇത് ലെഫ്റ്റിലോട്ടും തിരിയുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്, അപ്പോൾ പ്ലസ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണ്, സോ +5. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഈ 2 പോയിന്റ് നമ്മുടെ കോർഡിനേറ്റിലങ്ങ് സിസ്റ്റത്തിലോട്ടങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ PSC എക്സാമിന് നമുക്ക് ഒരിക്കലും സ്കെയിലോ പെൻസിലോ ആക്സസിബിൾ അല്ല, കോമ്പസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ഏകദേശം വരുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് ഇതിലങ്ങ് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഒരു യൂണിഫോമിറ്റി കിട്ടുന്ന രീതിയിൽ, എക്സാക്ട് വേണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് 5, 10. അപ്പോൾ ഇത് 5, 10, 15, 20. ആദ്യത്തെ വാല്യൂ എന്താ? 20 - 5. അപ്പോൾ 20, ഇവിടുന്ന് -5, എനിക്ക് ഈ പോയിന്റ് കിട്ടി. ദിസ് ഇസ് പോയിന്റ് എക്സ്. ഇനി വൈ പോയിന്റ് മാർക്ക് ചെയ്യുക. -10 + 5, -10. അപ്പോൾ ഇത് -5, ഇത് -10 ആൻഡ് +5. എനിക്ക് സെക്കൻഡ് പോയിന്റും കിട്ടി. ഈ 2 പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ യു നീഡ് ടു ഡ്രോ എ ലൈൻ ടു കണക്ട് ദം. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അത് രണ്ടും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ വേറെവർ ഇത് മീറ്റ് ചെയ്യുന്നു സിഗ്മ ആക്സിസ് ആയിട്ട്, ദാറ്റ് ഇസ് ദ സെന്റർ ഓഫ് മോർ സർക്കിൾ. ഓക്കെ, ഐ എം നെയിമിംഗ് ഇറ്റ് ആസ് O. ഐ ഗോട്ട് ദ സെന്റർ ഓഫ് മോർ സർക്കിൾ. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സെന്ററും കിട്ടി, ഇതാണ് അതിൻ്റെ റേഡിയസ്. ഈ 2 പാരാമീറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി പ്ലോട്ട് എ സർക്കിൾ. അപ്പോൾ അത് വെച്ച് ഞാനൊരു സർക്കിൾ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഐ എം പ്ലോട്ടിങ് എ സർക്കിൾ connecting these two. Okay, so let me go for a freehand drawing. So I'm going to plot a circle like this, and this is
whatever I'm getting is the Mohr circle. So you know it's not a proper circle because I went for a freehand drawing, but that's fine. Okay, this is the Mohr circle construction pattern. ഇനി Mohr circle നോക്കിക്കഴിഞ്ഞാൽ Mohr circle ഈ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. സിമിലർലി ഈ ഒരു പോയിന്റിലും ഇത് എന്ത് ചെയ്തു, എക്സ് ആക്സിസ് അല്ലെങ്കിൽ സിഗ്മ ആക്സിസ് ആയിട്ട് മീറ്റ് ചെയ്തു. ആ രണ്ട് പോയിന്റ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. This one is the major principal stress and this one is the minor principal stress. Okay, അപ്പോൾ ഈ വാല്യൂ നമ്മൾ നോക്കുക, സ്കെയിൽ അവൈലബിൾ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാം. Now you can tell that approximately the value of sigma 2 എന്ന് പറയുന്നത് between -10 and -15. sigma 1 എന്ന് പറയുന്നത് between 20 and 25. ഒരു റാൻഡം വാല്യൂ നമുക്ക് കിട്ടും, എക്സാക്ട് കിട്ടില്ല. പക്ഷെ PSC പോലത്തെ ഒരു എക്സാമിന് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളത് കാരണം നമുക്ക് തെറ്റായ ഉത്തരങ്ങൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. അതിന് ഇത് പെട്ടെന്ന് സഹായിക്കും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോർ സർക്കിളിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു മോർ സർക്കിൾ വരച്ചിട്ടുണ്ട്, ആ എലമെന്റ് ഞാൻ താഴെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ഫസ്റ്റ് തിങ് ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് റേഡിയസ് ഓഫ് മോർ സർക്കിൾ. ഓക്കെ, എന്തായിരിക്കാം റേഡിയസ്? റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വാല്യൂ സിഗ്മ 1 ആണ്, ഈ വാല്യൂ സിഗ്മ 2 ആണ്. അപ്പൊ സിഗ്മ 1 മൈനസ് സിഗ്മ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ആയി. അപ്പൊ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ഇസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2. സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഇസ് ദ ഡയമീറ്റർ, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റേഡിയസ് കിട്ടും. ഇനി ഈ മോർ സർക്കിളിൽ മാക്സിമം വരുന്ന നമ്മുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ഇതെന്താണ്? ദിസ് ഇസ് ഓൾസോ ദ റേഡിയസ് അല്ലെ? O tau max എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഡിയസ്. സോ ദിസ് ഇസ് ഡയറക്ട്ലി ഗോയിങ് ടു ഗിവ് അസ് ദ വാല്യൂ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഞാൻ ഏത് ഒരു പ്ലെയിൻ എടുത്തു കഴിഞ്ഞ് കറക്കി കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 ബൈ 2 അല്ലെങ്കിൽ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ആണ്. ഓക്കെ, ഇനി എനിക്ക് മോർ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ഓക്കെ, സെന്റർ എങ്ങനെ കണ്ടുപിടിക്കാം? സെന്റർ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. സെന്റർ എന്താണ്? ഈ വാല്യൂന്റെയും, ഫോർ എക്സാമ്പിൾ ഇത് 5 ആണ്, ഇത് 20 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ സെന്റർ എന്തായിരിക്കും? ഇത് രണ്ടിന്റെയും ആവറേജ് 5 plus 20 divided by 2, 12.5. That is going to be the center. അപ്പോൾ എക്സാക്ട്ലി സെന്റർ ഓഫ് മോർ സർക്കിൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഗോ ഫോർ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 ബൈ 2. അതുപോലെ തന്നെയാണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2. അതും നമുക്ക് കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും. ഇതും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രെസ് സ്റ്റേറ്റ് തന്നിട്ട് സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി. നമുക്ക് തന്നിട്ടുള്ള സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈയും ഓപ്ഷൻസിലുള്ള സിഗ്മ 1 പ്ലസ് സിഗ്മ 2ഉം ഈക്വൽ ആവുന്നത് ഏത് ഓപ്ഷനാണോ ദാറ്റ് ഈസ് എ പ്രോബബിൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു മോർ സർക്കിളിൽ ഞാനിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, മേ ബി എ ലൈൻ ലൈക്ക് ദസ്. അപ്പോൾ ഈ ലൈനിന് അതിൻ്റെ ഓറിയന്റേഷൻ ഓക്കെ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ എന്ന് പറയുന്നത് തീറ്റ ഡിഗ്രി ആണ്. ഈ സെയിം പ്ലെയിൻ ഞാൻ മോർ സർക്കിൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റ ആയിരിക്കും. അതായത് ഒറിജിനലി തീറ്റ വരുന്നത് സ്ട്രെസ് എലമെന്റിൽ തീറ്റയാണെങ്കിൽ മോർ സർക്കിളിൽ ദാറ്റ് ആംഗിൾ വിൽ ബി 2 തീറ്റ. ദിസ് ഓൾസോ യു നീഡ് ടു റിമെമ്പർ. ഇതിൽ വരയ്ക്കുന്ന ഓരോ തീറ്റയും മോർ സർക്കിൾ വരുമ്പോൾ അത് 2 തീറ്റയായി മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോർ സർക്കിളിൽ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ക്വിക്കായിട്ട് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് മോർ സർക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നോക്കാം. ഒന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ്, നമുക്കറിയാം അല്ല. റേഡിയസ് ഓഫ് മോർ സർക്കിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ല. ഓക്കെ, മിനിമം ഷിയർ സ്ട്രെസ് ഒരിക്കലുമല്ല. മിനിമം ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും? മിനിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. നമുക്ക് എന്താണ് ഓപ്ഷൻ? ഹാഫ് ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആവാം, ആകാതിരിക്കാം. മാക്സിമം ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് മാക്സിമം ഷിയർ സ്ട്രെസ്. നമ്മൾ ഓൾറെഡി ആ പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഇസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആ കോൺസെപ്റ്റ് അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് എഴുതാൻ പറ്റും. റേഡിയസ് ഓഫ് മോർ സർക്കിൾ ഇസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്.
അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഡിഗ്രിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ, ഐ ഹാവ് എൻ എലമെന്റ്. അതിൽ ഇപ്പം ഞാനൊരു പ്ലെയിൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു പ്ലെയിൻ. അപ്പോൾ ദിസ് ഇസ് ദ എലമെന്റ് വാട്ട് ഐ എം ഹാവിങ്. ഞാൻ സ്ട്രെസ്സസ് മാർക്ക് ചെയ്യുന്നില്ല. ഇനി ഞാൻ എൻ്റെ മോർ സർക്കിൾ എടുത്തു. അപ്പോൾ ലെറ്റ്സ് അസ്യൂം ദാറ്റ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ കിട്ടുന്ന മോർ സർക്കിൾ ഇങ്ങനെയാണെന്ന് കരുതാം. ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എക്സ് പോയിന്റും വൈ പോയിന്റും ആദ്യം തന്നെ മാർക്ക് ചെയ്യും. അത് നമ്മൾ ലാസ്റ്റ് കേസിൽ ചെയ്തതാണ്. എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇവിടെയുള്ള സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും എല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ എക്സ് വൈ പോയിന്റ്സ് മാർക്ക് ചെയ്യും. എനിക്ക് എക്സ് ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കും. എക്സ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ വാല്യൂ ആൻഡ് എനിക്ക് വൈ എവിടെയാണ് കിട്ടിയത്? ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് വൈ. ഇനി നമ്മളിവിടെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ മോർ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈനായിട്ട് കണക്ട് ചെയ്യും. എനിക്കിത് കിട്ടി. അപ്പം എനിക്ക് കിട്ടിയത് ഈ ഒരു പ്ലെയിനിലാണ്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മാർക്ക് ചെയ്തത്? എക്സ് മാർക്ക് ചെയ്ത് ശരിക്കും ഒരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിൻ്റെയും എഫക്റ്റ് ആണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡ് വെച്ച് നമുക്ക് ഈ ഏത് പ്ലെയിൻ്റെ ഓറിയന്റേഷനും കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാർക്ക് ചെയ്തത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പോൾ എക്സിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ ലൈൻ എവിടെ മീറ്റ് ചെയ്യുന്നു ആ പോയിന്റിന് നമ്മളൊരു പേര് വിളിക്കും. ദാറ്റ് നെയിം ഇസ് പോൾ. ഓക്കെ, അതിലോട്ട് ഒരുപാട് പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പോൾ എന്നാണ് ഈ പോയിന്റിനെ വിളിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വൈ എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, നമുക്കറിയാം ഇതിലൊരു സിഗ്മ വാല്യൂ ഉണ്ടാവും, ഒരു ഷിയർ വാല്യൂ ഉണ്ടാവും. ഈ രണ്ട് വാല്യൂ വരുന്നത് ഏത് പ്ലെയിനിലാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ആ പോയിന്റിലോട്ട് നമ്മുടെ പോളിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ആ ലൈൻ തന്നെയായിരിക്കും യു ക്യാൻ സീ ഹിയർ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വൈ പ്ലെയിനിലുള്ള വാല്യൂ ആണ്. എക്സാക്ട്ലി ആ പ്ലെയിൻ്റെ ഓറിയന്റേഷൻ തന്നെ കിട്ടും. ഇനി എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രെസ് വാല്യൂസ് എനിക്ക് കിട്ടണം. ഈ ലൈനിനെ പാരലായിട്ട് നമ്മുടെ പോളിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതെവിടെ മീറ്റ് ചെയ്യുന്നു അതായിരിക്കും ആ പെർട്ടിക്കുലർ പോയിന്റിലെ നോർമൽ ആൻഡ് ഷിയർ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് സിഗ്മ എന്നും ഷിയർ സ്ട്രെസ് ടോ എന്നും ആണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വിൽ ബി സിഗ്മ എൻ ആൻഡ് ടോ എൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് പ്രിൻസിപ്പൽ പ്ലെയിനും മേജർ പ്രിൻസിപ്പൽ പ്ലെയിനും മാക്സിമം ഷിയർ സ്ട്രെസ്സും. മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത് ഏറ്റവും വലിയ വൈ വാല്യൂ, അതായത് നമ്മുടെ ഏറ്റവും വലിയ ടൗ വാല്യൂ വരുന്ന പോയിന്റ്, അത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, ഏറ്റവും വലിയ ഷിയർ സ്ട്രെസ് വരുന്ന പോയിന്റ്. ഇനി ഏറ്റവും വലിയ നോർമൽ സ്ട്രെസ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇത് രണ്ടും തമ്മിൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കിട്ടാൻ വേണ്ടി നമ്മൾ നേരെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. പോളിന്ന് ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു. ഓക്കെ, രണ്ട് ലൈൻ ഞാൻ അങ്ങ് വരച്ചു. അപ്പോൾ ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ലൈൻ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ വണ്ണിലോട്ട് വരച്ച ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലെയിനിന്റെ ഓറിയന്റേഷൻ ആണ്. പ്രിൻസിപ്പൽ സ്ട്രെസ് വരുന്ന പ്ലെയിനിന്റെ ഓറിയന്റേഷൻ. ഇത് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന പ്ലെയിനിന്റെ ഓറിയന്റേഷൻ. നിങ്ങൾ അത് മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂ ആസ് 45 ഡിഗ്രി. ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യമാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ ഇസ് ഓൾവേസ് 45 ഡിഗ്രി. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഒരു ഒറ്റ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് കംപ്രഷൻ. ഓക്കെ, എന്താണ് ഹൈഡ്രോസ്റ്റാറ്റിക് കംപ്രഷൻ? അത് നമുക്കിവിടുന്ന് ക്വിക്കായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു എലമെന്റ് എനിക്കുണ്ടെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് കംപ്രഷൻ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ടെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ എലമെന്റിൽ നോ ഷിയർ സ്ട്രെസ്. ഓക്കെ, നോ ഷിയർ സ്ട്രെസ്, അതാണ് ഈ ഹൈഡ്രോസ്റ്റാറ്റിക്കിന്റെ കണ്ടീഷൻ. അതിന് കൂടെ തന്നെ എല്ലാ ഡയറക്ഷനിലുള്ള സ്ട്രെസ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നും രണ്ട് നോർമൽ സ്ട്രെസ് വാല്യൂസും വിൽ ബി ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് compressive in nature because it is hydrostatic compression. Shear stress ഇല്ല. അപ്പോൾ ഡയറക്ട്ലി എനിക്കിതിൽ എക്സ് ആൻഡ് വൈ പ്ലോട്ട് ചെയ്യണം. എക്സും വൈയും
എക്സ്പ്ലെയിൻ നോക്കി, ആകെ കൂടെ ഉള്ളത് ഒരു നോർമൽ സ്ട്രെസ് കംപ്രസീവ് ഇൻ നേച്ചർ, സോ -20 0. വൈ പ്ലെയിൻ നോക്കി, -20 ഷിയർ സ്ട്രെസ് 0 ആണ്, -20 0. ഇത് ഞാൻ മോർ സർക്കിളോട്ട് എടുത്താൽ എങ്ങനെ വരും? ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു. ഓക്കെ, ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. എക്സ് എന്താണ്? -20 0. ലെറ്റ് ദിസ് ബി ദ പോയിന്റ്. വൈ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ -20 0. അപ്പൊ എന്ത് പറ്റി? മൈ മോർ സർക്കിൾ റെഡ്യൂസ് ടു എ പോയിന്റ്. ഓക്കെ, എനിക്ക് വേറെ സർക്കിൾ ഒന്നും വരയ്ക്കാനില്ല, കാരണം രണ്ട് പോയിന്റും സെയിം ആണ്. മോർ സർക്കിൾ റെഡ്യൂസ് ടു എ പോയിന്റ്. മോർ സർക്കിൾ ഒരു പോയിന്റ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ മാക്സിമം ഷിയർ സ്ട്രെസ്? വൈ ഡയറക്ഷൻ, അതായത് എൻ്റെ ഷിയർ സ്ട്രെസ് ഡയറക്ഷനിൽ വാല്യൂ ഒന്നും തന്നെ ഇല്ല, which means the value of the shear stress is 0 in case of hydrostatic compression or hydrostatic tension. Okay, ഇതെല്ലാം കുറച്ച് എക്സാമ്പിൾസ് ആണ് with which we can easily solve the stress problems using Mohr circle. Thank you.